നമസ്കാരം. ഹിസ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 5th സെമസ്റ്ററിൽ മോഡേൺ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പുസ്തകം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? അതിൽ മേക്കിംഗ് ഓഫ് മോഡേൺ വേൾഡ്, ആ വേൾഡ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് മേക്കിംഗ് ഓഫ് മോഡേൺ വേൾഡ്, അല്ലെങ്കിൽ ആധുനിക ലോകത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ചെറിയ ഒരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് കാണുന്ന രീതിയിലേക്ക് ലോകം മാറിയതിനെയാണ് നമ്മൾ ആധുനികത എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ആധുനിക ലോകത്തിന് തുടക്കം കുറിച്ച ഒരു സംഭവ വികാസത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനെയാണ് നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്താണ് നവോത്ഥാനം എന്നൊക്കെ ചെറിയ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതിനെ ഒരു കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് റിനൈസൻസ് എന്ന് പറയുന്നത് നോക്കാം. റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്താണെന്ന് അറിയണമെങ്കിൽ എന്താണ് ആ പദം അർത്ഥമാക്കുന്നത് എന്നത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? റിനൈസൻസ് എന്ന് പറയുന്ന പദത്തിനർത്ഥം പുനർജന്മം, പുനരുദ്ധാരണം അല്ലെങ്കിൽ റീബർത്ത്. റീബർത്ത് എന്ന് വെച്ചാൽ പുനർജനിക്കുക അല്ലെ? അപ്പൊ റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്ന പദത്തിനർത്ഥം പുനർജന്മം അല്ലെങ്കിൽ പുനരുദ്ധാരണം, റീബർത്ത് എന്നൊക്കെയാണ്. അർത്ഥം നമുക്ക് മനസ്സിലായി. ഇനി എന്തിന്റെ പുനർജന്മമായിരിക്കും? അതായത് നവോത്ഥാനം എന്ന് പറയുന്നത് ക്ലാസിക്കൽ സംസ്കാരങ്ങളായ ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളുടെ പുനരുദ്ധാരണത്തെ അല്ലെങ്കിൽ പുനർജന്മത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമുക്ക് പൊതുവെ ചരിത്രത്തെ നമ്മൾ 3ആയിട്ടാണ് തരംതിരിക്കാറല്ലേ? പ്രാചീന കാലം, മധ്യകാലം, ആധുനിക കാലം. അപ്പോൾ ഈ പ്രാചീന കാലത്തെയാണ് നമ്മൾ ക്ലാസിക്കൽ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തേത്, ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം ആണ് ഗ്രീക്കോ റോമൻ സംസ്കാരം എന്ന് പറയുന്നത്. അതിനുശേഷം ആ സംസ്കാരത്തിന്റെ അധപതനത്തിന് ശേഷം മറ്റൊരു യുഗം വന്നു. അതിനെയാണ് മധ്യയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മധ്യയുഗത്തില് പ്രാചീന കാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട്, പ്രാചീന കാലം അല്ലെങ്കിൽ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടത്തില് മനുഷ്യന്റെ ചെയ്തികൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ദൈവത്തെക്കാൾ ശക്തി അല്ലെങ്കിൽ മനുഷ്യനാണ് ലോകത്തിന്റെ കേന്ദ്രം എന്നായിരുന്നു പ്രാചീന കാലത്ത് വിശ്വസിച്ചിരുന്നത്. എന്നാൽ മധ്യയുഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും ചർച്ചിന്റെ അല്ലെങ്കിൽ യൂറോപ്പില് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു പ്രാമുഖ്യമായിട്ടുള്ള ഒന്നായിട്ട് മാറി. അപ്പോൾ സഭ പറയുന്നത് മാത്രമേ അവിടുത്തെ ആളുകൾ അനുസരിക്കാനായിട്ട് പാടുകയുള്ളൂ. സഭ പറയുന്നതാണ് സത്യം എന്ന് പറയുന്നത്. അങ്ങനെ മധ്യയുഗത്തെ പൊതുവെ നമ്മൾ ഇരുണ്ട യുഗമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ്? സഭയുടെ എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും വിശ്വസിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ജനതയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് പകരം ദൈവത്തിനായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് പ്രാധാന്യമുണ്ടായിരുന്നത്. അങ്ങനെ ദൈവിക കാലഘട്ടം അല്ലെങ്കിൽ ഏജ് ഓഫ് ഗോഡ് എന്നാണ് ഈ മധ്യകാലം അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം ചില സംഭവ വികാസങ്ങൾ എന്തിലേക്ക് നയിച്ചു? ആ ഒരു കാലഘട്ടത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കുകയും വീണ്ടും ആ പ്രാചീന കാലത്തെ അല്ലെങ്കിൽ ആദിമകാലത്തെ സംസ്കാരങ്ങളായിട്ടുള്ള ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്ക് വീണ്ടും പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ എന്തു പേരിൽ അറിയപ്പെടുന്നത്? റിനൈസൻസ് അല്ലെങ്കിൽ ആധുനിക ലോകത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അത് ഈ മൺമറഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ നിലനിൽക്കാതെ പോയിട്ടുള്ള ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനം, അതിനെ വീണ്ടും ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് റിനൈസൻസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ഈ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെയാണ് ഫ്യൂഡലിസത്തിന്റെ തകർച്ച. ഈ മധ്യ കാലഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു നമ്മൾ പറയുന്ന ജന്മിത്തം പോലുള്ള മറ്റൊരു സംവിധാനമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഫ്യൂഡ് എന്ന് പറയുന്ന പദത്തിനർത്ഥം എന്താണ്? ഭൂമി എന്നാണ് അല്ലെ? ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥേനെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വ്യാപാരത്തിനും വാണിജ്യത്തിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഒരു ജന്മി, ആ ജന്മിക്ക് കീഴിൽ ജീവിക്കുന്ന ഒരു സമൂഹം, അതായിരുന്നു ഈ ഒരു കാലഘട്ടത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഈ ഒരു കാലഘട്ടത്തോടു കൂടിയിട്ട് തകർന്നു. അത് എന്തിലേക്ക് വഴിതെളിച്ചു? ഈ ആധുനികതയിലേക്ക് വഴിതെളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിന്റെ തകർച്ചയാണ്.
അടുത്ത സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ദേശരാഷ്ട്രങ്ങളുടെ ഉയർച്ചയും ദേശീയ ഭാഷകളുടെ വികാസവുമാണ്. ഈ ഫ്യൂഡലിസം തകർന്നതോടു കൂടിയിട്ട് രാജവാഴ്ച ശക്തമാകാൻ തുടങ്ങി. അങ്ങനെ ഈ രാജാക്കന്മാരുടെ കീഴിൽ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ചെറിയ റിപ്പബ്ലിക്കുകൾ ഉയർന്നു വരാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് ഇപ്പോൾ ഓരോ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഫ്രഞ്ച് ആ ഒരു ഭൂമിശാസ്ത്ര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ഫ്രഞ്ച് എന്ന് പറയുന്ന അവരുടേതായിട്ടുള്ള ഒരു ഭാഷ വികാസം പ്രാപിച്ചു. അതുപോലെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, അങ്ങനത്തെ പല ഭാഷകളുടെയും വികാസത്തിന് ഈ പറയുന്ന ദേശരാഷ്ട്രങ്ങളുടെ ഉയർച്ച കാരണമായി. അതാണ് നവോത്ഥാനത്തിലേക്ക് വഴി തെളിച്ചിട്ടുള്ള മറ്റൊരു സംഭവ വികാസം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വാണിജ്യത്തിന്റെ വളർച്ച. കച്ചവടം വ്യാപിച്ചതോടു കൂടിയിട്ട്, അതായത് യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കും ഏഷ്യയിൽ നിന്ന് അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്കുമൊക്കെ വാണിജ്യം വ്യാപിച്ചതോടു കൂടിയിട്ട് ആ ആളുകളുമായിട്ട് തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റിന് വഴിതെളിച്ചു. ഇതും എന്തിലേക്ക് നയിച്ചു? നവോത്ഥാനത്തിലേക്ക് വഴിതെളിച്ച മറ്റൊരു സംഭവമാണ് വാണിജ്യത്തിന്റെ വളർച്ച. അപ്പോൾ ഫ്യൂഡലിസത്തിന്റെ തകർച്ച, ദേശരാഷ്ട്രങ്ങളുടെ ഉയർച്ച, ദേശഭാഷകളുടെ വികാസം, വാണിജ്യത്തിന്റെ വളർച്ച. അടുത്തതായിട്ട് അച്ചടി. ലോകത്ത് മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പ്രിന്റിംഗ് പ്രസ്സിന്റെ ഉത്ഭവമാണ്, അല്ലെങ്കിൽ അച്ചടിയുടെ വ്യാപനമാണ്. അച്ചടിക്കപ്പെട്ടതോടു കൂടിയിട്ട് അല്ലെങ്കിൽ അച്ചടി ആരംഭിച്ചതോടു കൂടിയിട്ട് എല്ലാ ജനങ്ങളിലേക്കും ആശയങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ടും എന്താണ് സത്യം എന്നുള്ള തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടാകുന്നതിനും കാരണമായി. അപ്പോൾ അച്ചടി, പത്രം, അതുപോലെ വെടിമരുന്ന്, പിന്നെ വടക്ക് നോക്കി യന്ത്രം. ഈ വടക്ക് നോക്കി യന്ത്രം എന്തിനാണ് സഹായകമായത്? ലോകത്തില് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പര്യവേഷണങ്ങൾക്ക് സഹായകമായത് വടക്ക് നോക്കി യന്ത്രമാണ്. അതായത് ഓരോ പുതിയ പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിന് ആളുകളെ പ്രേരിപ്പിക്കാൻ തുടങ്ങിയതും ഇതാണ്. അപ്പോൾ ഇതും എന്തിലേക്ക് കാരണമായി? നവോത്ഥാനത്തിന് വഴി തെളിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. മറ്റൊരു സംഭവ വികാസം മാനവികതയുടെ ഉയർച്ചയാണ്. എന്താണ് മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. എന്നാലും മാനവികതയുടെ ഉയർച്ച അല്ലെങ്കിൽ ഹ്യൂമനിസം എന്താണ്? ഹ്യൂമനിസം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ചെയ്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത്. ഇതോടുകൂടിയിട്ട് ദൈവിക യുഗത്തിൽ നിന്നും മനുഷ്യയുഗത്തിലേക്കുള്ള ഒരു പരിവർത്തനം സംഭവിച്ചു. അതും എന്തിലേക്ക് വഴിതെളിച്ചു? നവോത്ഥാനത്തിലേക്ക് വഴിതെളിച്ചു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പര്യവേഷണങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഈ രാജാക്കന്മാരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ഒരുപാട് സമുദ്ര പരിവേഷണ യാത്രകൾ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ലോകത്ത് പലതരത്തിലുള്ള പല രാജ്യങ്ങളും കണ്ടെടുക്കപ്പെടുന്നത്. ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ കണ്ടെടുക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഭൂമിശാസ്ത്ര പരിവേഷണങ്ങളോടുകൂടി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അതുവരെ നിലവിലുണ്ടായിരുന്ന പല ചിന്തകൾക്കും മാറ്റം വരികയും പുതിയ പല ചിന്തകളുടെയും ആവിർഭാവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇതും എന്തിനു വഴിതെളിച്ചു എന്നാണ് പറയുന്നത്? നവോത്ഥാനം ഉണ്ടാകുന്നതിന് കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. പ്രാഥമികമായി ക്ലാസിക്കൽ പഠനത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ഇത്. ക്ലാസിക്കൽ പാരമ്പര്യം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഗ്രീക്കോ റോമൻ കാലഘട്ടത്തെ പുനർജീവിപ്പിക്കുക, അതിനെയാണ് ക്ലാസിക്കൽ പാരമ്പര്യം എന്ന് പറയുന്നത്. അതിന്റെ ഒരു പുനരുജ്ജീവനമായിരുന്നു നവോത്ഥാനം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഗ്രീക്ക്, ലാറ്റിൻ പുസ്തകങ്ങൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാൻ തുടങ്ങി. എന്തിനാണ് ഇങ്ങനെ വിവർത്തനം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം? ആ ആശയങ്ങൾ എല്ലാ ആളുകളിലേക്കും എത്തുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അച്ചടിയിൽ മാത്രമല്ല, കലയിലും വാസ്തുവിദ്യയിലും പുതിയ രൂപങ്ങൾ പരീക്ഷിക്കപ്പെടാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് നിലവിലുണ്ടായിരുന്ന മധ്യകാലഘട്ടത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഉള്ള കലയും വാസ്തുവിദ്യയും ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത് പുതിയ ശാസ്ത്ര നിയമങ്ങളാണ്. മധ്യകാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതായിരുന്നു എന്നാണ്. സഭ പറയുന്നത് മാത്രമായിരുന്നു അന്ന് ആളുകൾക്ക് അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കഴിവ് അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ വ്യാപകമായിട്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ നവോത്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആളുകൾക്കിടയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു മനോഭാവം, അതായത് ഭൂമി പരന്നതാണ് എന്നതിനെ ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിലനിൽക്കുന്ന ആശയത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആളുകൾ സ്വായത്തമാക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ള പുതിയ ശാസ്ത്ര നിയമങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. ഇപ്പൊ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തമായിക്കോട്ടെ, ഗലീലിയോയുടെ സിദ്ധാന്തമായിക്കോട്ടെ, ന്യൂട്ടന്റെ സിദ്ധാന്തം, അങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പുതിയ ശാസ്ത്ര നിയമങ്ങൾ ലോകത്ത് ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഇത് പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു.
1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതും ആധുനിക യുഗം ആരംഭിക്കുന്നത് കാരണമായി. ശരിക്കും ഭൂമിശാസ്ത്ര പര്യവേഷണത്തിലേക്ക് ആളുകളെ എത്തിച്ചത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അല്ലേ? 1453 എന്ന് പറയുന്ന വർഷമാണ് ലോക ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം എന്താ വെച്ചാൽ അത് പൊതുവെ കണക്കാക്കുന്നത് മധ്യയുഗത്തിന്റെ അവസാനവും ആധുനിക ലോകത്തിന്റെ തുടക്കവുമായിട്ടാണ്. അങ്ങനെ മാറ്റം വരാനുള്ള എന്തോ ഒരു കാരണം ആ ഒരു കാലഘട്ടത്തിൽ നടന്നു. അതെന്ന് പറയുന്നത് ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോട് കൂടിയിട്ട് കരവഴിയുള്ള ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം അവസാനിച്ചു. അതോടുകൂടി യൂറോപ്യന്മാർക്ക് പുതിയ ഒരു സമുദ്രപാത കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായി. അങ്ങനെ അവർ ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾ ആരംഭിക്കുകയും വ്യാപകമായിട്ട് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പര്യവേഷണങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ അത് ശരിക്കും ആധുനിക കാലഘട്ടത്തിന് തുടക്കം കുറിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ നവോത്ഥാനം ആരംഭിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റലിയിലാണ് നവോത്ഥാനം ആരംഭിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലാണ് നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു ആശയം രൂപം കൊണ്ടത്. മധ്യകാലഘട്ടത്തിലെ കുരിശ് യുദ്ധങ്ങളും ഇതിന് വഴിതെളിച്ചിട്ടുണ്ട്. ഈ കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ ഏഷ്യയും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ളൊരു സമ്പർക്കത്തിന് അല്ലെങ്കിൽ ആശയങ്ങളുടെ കൈമാറ്റത്തിന് സഹായകമായി. അങ്ങനെ ഈ കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ് പ്രാചീന കാലഘട്ടത്തിൽ ഗ്രീക്കൻ റോമൻ കൃതികളിൽ ഇത്തരത്തിലുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കുറിച്ച് അവർക്ക് അറിവ് ലഭിക്കുന്നത് ഈ ഒരു കുരിശ് യുദ്ധത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യയുഗത്തിന് തൊട്ടു പിന്നാലെ എത്തിയ യൂറോപ്യൻ നാഗരികതയെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. മധ്യയുഗത്തിന്റെ അവസാനത്തിലോ പ്രത്യേകിച്ച് 12-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ഉണ്ടായ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളാണ് എന്തിലേക്ക് വഴിതെളിച്ചത്? ആധുനിക കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ നവോത്ഥാനത്തിലേക്ക് വഴിതെളിച്ചത്. ഇത് 15-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് വഴിയൊരുക്കി. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ അത് വ്യാപകമാവുകയും ചെയ്തു. ഫ്രഞ്ച് ഭാഷയിൽ നവോത്ഥാനം എന്ന് പറയുന്ന പദത്തിനർത്ഥം പുനർജന്മം എന്നാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പുനർജന്മം അല്ലെങ്കിൽ റീബർത്ത് എന്നാണ് നവോത്ഥാനം എന്ന് പറയുന്ന പദത്തിനർത്ഥം എന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ യൂറോപ്പിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ക്ലാസിക്കൽ ഗ്രീക്ക് റോമ ഗ്രന്ഥങ്ങൾ കുരിശ് യുദ്ധകാലത്താണ് വീണ്ടെടുക്കപ്പെട്ടത്. അങ്ങനെ നവോത്ഥാനം കലാപരമായ വികാസത്തിനും മനുഷ്യന്റെ ചിന്തകളുടെയും സർഗാത്മകതയുടെയും അപാരമായ സാധ്യതകൾ ഊന്നിപ്പറയുന്ന മാനവികതയുടെ വികാസത്തിന് വഴിതെളിച്ചു. എന്താണ് മാനവികത എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കും. അപ്പോൾ ഈ നവോത്ഥാനം കലയിലും സാഹിത്യത്തിലും ഒക്കെ പ്രകടമാകാനായിട്ട് തുടങ്ങി. അവിടെ എല്ലാം സെന്റർ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനായിട്ട് മാറി. ദൈവത്തിന് പകരം മനുഷ്യനായി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദൈവിക കാലഘട്ടത്തിൽ നിന്നും മനുഷ്യന്റെ കാലഘട്ടത്തിലേക്കുള്ള ഒരു പരിവർത്തനമാണ് മധ്യയുഗത്തിൽ നിന്നും ആധുനിക യുഗത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത്. അതിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന പേരിൽ വിളിക്കുന്നത്. അത് കലയിലും സാഹിത്യത്തിലും എല്ലാ മേഖലകളിലും പ്രകടമാകാൻ തുടങ്ങുകയും ചെയ്തു. 1490 മുതൽ 1520 വരെയുള്ള കാലഘട്ടം നവോത്ഥാനത്തിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള കാലഘട്ടമാണ് കണക്കാക്കുന്നത്. ഈ കാലത്ത് കലാകാരന്മാർ വ്യാപകമായിട്ട് അവരുടെ സൃഷ്ടികൾ നിർമ്മിക്കുകയും അങ്ങനെ വിജയികളായിട്ടുള്ള കലാകാരന്മാർ സമൂഹത്തിൽ ഉന്നത പദവികൾ നേടുകയും ചെയ്തു. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കലാകാരന്മാർ ആരൊക്കെയാണെന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കും. നവോത്ഥാനം കലയിൽ ചെലുത്തിയ സ്വാധീനം, സംഗീതത്തിൽ വരുത്തിയ മാറ്റം, ശാസ്ത്രത്തിൽ വരുത്തിയ മാറ്റം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കും. ഇന്ന് എന്താണ് റിനൈസൻസ്, എങ്ങനെയാണ് റിനൈസൻസ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലാവുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.